ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്കിപ്പോൾ കാണുന്നത് പോലെ ഒരു ആനിമേഷൻ നിങ്ങൾക്ക് മേക്ക് ചെയ്യാമെന്നാണ്. അതും ആൻഡ്രോയിഡ് ഉപയോഗിച്ചിട്ട്. നിങ്ങൾക്ക് അതിനാവശ്യമായ രണ്ട് ആപ്ലിക്കേഷനാണ്. ഒന്ന് കീൻ മാസ്റ്ററും പിന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കീൻ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ആനിമേഷൻ മേക്ക് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് വഴി നിങ്ങൾ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുക. ആദ്യം കാണുന്ന ഒരു ആപ്ലിക്കേഷൻ കാണാം. നിങ്ങൾക്ക് ആദ്യം ഒരു ആപ്ലിക്കേഷൻ കാണാം. ഇവിടെ സൂപ്പർ മീ എന്നൊരു ആപ്ലിക്കേഷൻ. ആ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ബോയുടെയും ഒരു ഗേളിൻ്റെയും ഐക്കൺ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ക്യാരക്ടറാണോ, ഇപ്പോൾ ഗേളാണോ ബോയാണോ നിങ്ങൾക്ക് മേക്ക് ചെയ്യേണ്ടത് നിങ്ങളതിൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ബോയിൻ്റെ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലെത്തും. നിങ്ങൾക്ക് ബോയിയെ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിൻ്റെ നിങ്ങൾക്ക് കളേഴ്സൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്തൊക്കെ നിങ്ങൾക്കെല്ലാം കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ ഒന്ന് ചെയ്യുകയാണ്. നിങ്ങൾക്ക് രണ്ടാമത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഹെയർ കട്ടൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരുപാട് ഹെയർ കട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഹെയർ കട്ട് എടുത്തു. പിന്നെ ഞാൻ ഒന്ന് കസ്റ്റമൈസ് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാം നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ നിങ്ങൾ ഈ ഇതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. മറ്റേ കണ്ണും വായും മറ്റൊന്നും അതിൽ വരാൻ പാടില്ല. അതുകൊണ്ട് ആ ലെയറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ണിൻ്റെ സെലക്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ ഐ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കാണിച്ചത് പോലെ അതിൽ ക്ലിക്ക് ചെയ്ത് എംപ്റ്റി ആക്കി വെക്കുക. ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊന്നും എനിക്കിതൊന്നും ആവശ്യമില്ല. എന്നിട്ട് നിങ്ങൾ ഏറ്റവും അവസാനം വരിക. നിങ്ങൾക്ക് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഷർട്ടൊക്കെ നിങ്ങൾക്ക് വെരിന് ഏതാണ് വേണ്ടത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഏറ്റവും അവസാനം വരുമ്പോൾ ഒരു പിക്ചറിൻ്റെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് തന്നെ സെലക്ട് ചെയ്യുക. എംപ്റ്റി തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായി എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് എംപ്റ്റി ലെയർ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയ ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു സേവ് ഐക്കൺ കാണാവുന്നതാണ്. ആ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ബട്ടണിൽ എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ആയതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ഈ ആപ്പിൽ നിന്ന് ബാക്ക് ചെയ്യുക. ബാക്ക് എടുത്ത ശേഷം കീൻ മാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. കീൻ മാസ്റ്റർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് സെൻട്രലായി തന്നെ ഒരു പ്ലസ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത ശേഷം എംപ്റ്റി പ്രൊജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവർക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. നിങ്ങൾക്ക് മുകളിലായി മീഡിയ ബ്രൗസർ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഉണ്ടാവും താഴെ. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു കളർ കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് ഗ്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആ ലെയറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത്തൊക്കെ നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്കൊരു ലെയർ എന്ന ഒരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് മീഡിയ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നേരത്തെ ചെയ്തു വെച്ച ആ ക്യാരക്ടർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്യാരക്ടറിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾ ഈ സ്ക്രീനനുസരിച്ചിട്ട് നിങ്ങൾ കറക്റ്റായി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ട് ലെങ്ത്ത് കൂട്ടി അതിനനുസരിച്ചിട്ട് ആ ക്യാരക്ടറിൻ്റെ ഇതും നിങ്ങൾ ലെങ്ത്ത് കൂട്ടി കറക്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മീഡിയ. എന്നിട്ട് ഞാൻ മറ്റൊരു 2 ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ക്യാരക്ടറിന് ഉപയോഗിക്കുന്ന കണ്ണും അതിൻ്റെ വായും അനങ്ങുന്ന ഒരു സ്മോൾ വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ആ ഒരു സിബ് ഫയലായിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾ ES ഫയൽ മാനേജറോ ZArchiver വെച്ചിട്ട് ഒന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യുക. വെറും 7 MB മാത്രമേ അതിനുള്ളൂ. അതൊന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യുക. എക്സ്ട്രാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ചെറിയ ആനിമേഷൻ കിട്ടുന്നതാണ്. ഈ 2 വീഡിയോസ് കിട്ടുന്നതാണ്. ഇവിടെ കണ്ണ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. കണ്ണ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഐക്കൺ കാണാവുന്നതാണ്. ക്രോമാ കീ എന്നൊരു ഐക്കൺ.
നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നത് പോലെ സെറ്റ് ചെയ്യുക. താഴത്തത് 20 സെറ്റ് ചെയ്യുക. എന്നിട്ട് മുകളിൽ നിങ്ങൾ ഒരു 30 സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഇത് കണ്ണ് ഇതിനനുസരിച്ച് കറക്റ്റായി ഫിറ്റ് ചെയ്യുന്ന വിധത്തിൽ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായി ഒന്ന് ഫിറ്റ് ആവുന്ന വിധത്തിൽ. എന്നിട്ട് നിങ്ങൾ ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒന്നും കൂടി അങ്ങനത്തെ വായുടെ ആനിമേഷനുണ്ട്, ആ ആനിമേഷനും കൂടി നിങ്ങളൊന്ന് കൊണ്ടുവരിക. എന്നിട്ട് ഈ ക്രോമാക്കി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതിനൊന്നും സെറ്റ് ചെയ്യാനില്ല, ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് കറക്റ്റ് അതിന് ഫിറ്റ് ചെയ്യുന്ന വിധത്തിൽ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഫിറ്റാക്കി കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ മുകളിലെ ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് ചെറുതും മറ്റേത് വലുതുമായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ലെയർ വലുതായി കാണാവുന്നതാണ്. നിങ്ങൾക്ക് ആ ലെയർ കട്ട് ചെയ്യാനായി ആ ലെയറിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സിസറിൻ്റെ ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. സിസറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന് കാണാം. നിങ്ങൾ ഇത് അവസാനത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുക. ഇവിടെ മുകളിലത്തെ ലെയറിൻ്റെ അവസാനം ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇവിടെ കൊണ്ടുപോയ ശേഷം ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം, ഇതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റൈറ്റ് ഭാഗത്തുള്ളത് വേഗം കട്ടാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നോക്കുക, ഞാൻ വീഡിയോ ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് വായും കണ്ണും നിങ്ങൾക്ക് അനങ്ങുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുപോലുള്ള നിങ്ങൾക്ക് നല്ലൊരു ആനിമേഷൻ തന്നെ നിങ്ങൾക്ക് മേക്ക് ചെയ്യാവുന്നതാണ്. ഈ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഷെയറിൻ്റെ ഒരു ഐക്കൺ കാണാവുന്നതാണ്. ഇവിടെ ഒരു ഷെയറിൻ്റെ ഐക്കൺ കാണാം. നിങ്ങൾ ആ ഷെയറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഷെയറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് സേവ് വീഡിയോ ടു ഗാലറി എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ക്വാളിറ്റി ആണോ വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.